എസ്തരലോണിലെ സാബത്ത്. ജാബസ് കുട്ടി. ധനവാനായ ദീവസിന്റെ ഉപമ. മിക്ക കൂട്ടുകാരോട് കടം വാങ്ങിയ പണം നാളെ തിരിച്ചു കൊടുക്കാനായി ആവശ്യമുള്ളിടത്തോളം കൊടുക്കുക. ഈശോ കറിയോത്തുകാരനോട് പറയുന്നു, പൊതുവായിട്ടുള്ള പണം അയാളാണ് കൈകാര്യം ചെയ്യുന്നത്. പിന്നീട് ആൻഡ്രുവിനെയും ജോണിനെയും വിളിച്ച് 2 സ്ഥലങ്ങളിലേക്ക് വിടുന്നു. ജെസ്രീലിൽ നിന്നുള്ള റോഡുകൾ ഈ 2 സ്ഥലങ്ങളിൽ നിന്നും വ്യക്തമായി കാണാം. പത്രോസിനെയും സൈമനെയും വിളിച്ച് ഡോറാസിന്റെ പണിക്കാരുടെ പക്കലേക്ക് അയക്കുന്നു. 2 വയൽശേഖരങ്ങളുടെയും ഇടക്കുള്ള അതിർത്തിയിൽ ഒരുമിച്ച് കൂടാനാണ് നിർദ്ദേശം. പിന്നീട് ജെയിംസിനെയും യൂദാസിനെയും വിളിച്ചു പറയുന്നു, നിങ്ങൾ ഭക്ഷണ സാധനങ്ങളും എടുത്തുകൊണ്ട് എൻ്റെ കൂടെ വരിക. യോഹന്നാന്റെ പണിക്കാരും അവരുടെ സ്ത്രീകളും കുട്ടികളും ഈശോയെ അനുഗമിക്കുന്നു. പുരുഷന്മാർ 2 വലിയ കുടങ്ങൾ എടുത്തിട്ടുണ്ട്. ഏകദേശം 10 ലിറ്റർ വീതം കൊള്ളും. നിറയെ വീഞ്ഞാണ്. നന്നായി തിങ്ങി വളരുന്ന ഒരു മുന്തിരിത്തോട്ടം ലക്ഷ്യമാക്കിയാണ് അവർ നടക്കുന്നത്. യോഹന്നാന്റെ തോട്ടങ്ങളുടെ അങ്ങേയറ്റത്താണത്. പുതിയ ഇലകൾ വന്ന് ഇടതൂർന്നു നിൽക്കുന്ന മുന്തിരിപ്പന്തൽ. അതിനപ്പുറത്ത് നിറയെ വെള്ളമുള്ള ഒരു കുളം. അത് കുഴിക്കാൻ എത്രമാത്രം അധ്വാനിച്ചിട്ടുണ്ടായിരിക്കണം. നോക്കൂ, ഈ കുളത്തെ ചൊല്ലി യോഹന്നാനും ഡോറായും തമ്മിൽ എന്തു വഴക്കായിരുന്നു. യോഹന്നാൻ പറഞ്ഞു, എല്ലാം നശിച്ചെങ്കിൽ അത് നിന്റെ അപ്പന്റെ കുറ്റം കൊണ്ടാണ്. അവനെ ആരാധിക്കാൻ അയാൾക്ക് ആഗ്രഹമില്ലായിരുന്നെങ്കിൽ അവനെ പ്രകോപിക്കാതിരിക്കാൻ വേണ്ട ശങ്കയെങ്കിലും ഉണ്ടാകണമായിരുന്നു. അപ്പോൾ ഡോറാസ് ഒരു ചെകുത്താനെ പോലെ അലറി, ഈ കുളമാണ് നിന്നെ രക്ഷിച്ചത്. പ്രാണികളൊന്നും ഇതിനപ്പുറം കടന്നിട്ടില്ല. യോഹന്നാൻ മറുപടി പറയുന്നു, നേരത്തെ എസ്തരലോണിലുള്ളതിൽ ഏറ്റവും മെച്ചപ്പെട്ട തോട്ടങ്ങൾ നിന്റേതായിരുന്നല്ലോ. എന്നിട്ട് ഇപ്പോഴെല്ലാം നശിച്ചത് എന്തുകൊണ്ട്? ഇത് ദൈവശിക്ഷയാണ്. എന്നെ വിശ്വസിക്കൂ, നീ അല്പം പരിധി കടന്നുപോയി. ഈ വെള്ളം ഇതെപ്പോഴും ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എന്നെ രക്ഷിച്ചത് അതൊന്നുമല്ല. ഡോറാസ് വീണ്ടും അലറി, ഇത് വെളിവാക്കുന്നത് ഈശോ ഒരു പിശാചാണെന്ന്. യോഹന്നാനും ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അവൻ നീതിമാനായ മനുഷ്യനാണ്. അങ്ങനെ കുറേ നേരം 2 പേരും അടുക്കുന്നതുവരെ വഴക്കായിരുന്നു. പിന്നീട് യോഹന്നാൻ ധാരാളം പണം ചെലവാക്കി അതിർത്തിയിലുടനീളം കുളങ്ങൾ കുഴിപ്പിച്ചു, നല്ല ആഴത്തിൽ കുഴിപ്പിച്ചു. എന്നിട്ട് ഇന്നലെ അയാൾ പറഞ്ഞത് ഞങ്ങളോട് പറഞ്ഞു. ഇതെല്ലാം സംഭവിച്ചതുകൊണ്ട് അയാൾക്ക് സന്തോഷമാണ്. കാരണം ഡോറാസിനോട് അയാൾക്ക് അസൂയയുണ്ടായിരുന്നു. ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഡോറാസ് എല്ലാം കുറഞ്ഞ വിലക്ക് വിൽക്കും, അപ്പോൾ അതെല്ലാം വാങ്ങാൻ കഴിയുമെന്നാണ്. ഈശോ കാരുണ്യത്തോടെ അവർ പറയുന്ന രഹസ്യ വിവരങ്ങളെല്ലാം കേട്ടുകൊണ്ട് ഡോറാസിന്റെ പണിക്കാരെ കാത്തിരിക്കുന്നു. താമസിയാതെ അവർ എല്ലാം വരുന്നു. ഒരു വൃക്ഷത്തണലിൽ ഈശോയെ കണ്ടപ്പോൾ തന്നെ അവർ നിലത്ത് സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നു. എൻ്റെ സ്നേഹിതരെ, നിങ്ങൾക്ക് സമാധാനം. ഇങ്ങു വരൂ, ഇതാണ് നമ്മുടെ സിനഗോഗ്. അതിൻ്റെ തലവൻ ഞാനും. എന്നാൽ ഈ കുടുംബത്തിൽ പിതാവാകാനാണ് ഞാൻ ഒന്നാമതായി ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് ഭക്ഷണം വിളമ്പട്ടെ. എൻ്റെ ചുറ്റും വന്നിരിക്കൂ. മണവാളൻ ഇന്ന് നിങ്ങളുടെ കൂടെയാണ്. ഇന്ന് നമുക്കൊരു വിവാഹ വിരുന്ന് നടത്താം. ഈശോ ഒരു കൂട തുറന്ന് റൊട്ടിയെടുത്ത് അവർക്കെല്ലാം കൊടുക്കുന്നു. ഡോറാസിന്റെ പണിക്കാരെല്ലാം അത്ഭുത സ്തംഭരായിരിക്കുന്നു. വേറൊരു കൂടയിൽ നിന്നും മറ്റു സാധനങ്ങളും എടുത്തു വിളമ്പുന്നു. ചീസ്, സസ്യങ്ങൾ, ഒരാട്ടിൻകുട്ടിയെ മുഴുവനോടെ വേവിച്ചത്, ഇതെല്ലാം അവർക്ക് വീതിച്ചു കൊടുക്കുന്നു. പിന്നീട് ഒരു പരുക്കൻ പാനപാത്രത്തിൽ കുറെ വീഞ്ഞൊഴിച്ച് അതെല്ലാവർക്കും മാറി മാറി കുടിക്കാനായി കൊടുക്കുന്നു. എന്താണിങ്ങനെ? അവരുടെ കാര്യം എങ്ങനെ? യോഹന്നാന്റെ പണിക്കാരെ കാണിച്ചുകൊണ്ട് ഡോറാസിന്റെ ജോലിക്കാർ ചോദിക്കുന്നു. അവരുടെ പങ്ക് അവർക്ക് നേരത്തെ കിട്ടി. എത്ര വലിയ ചെലവാണ്! അങ്ങേക്കിതെങ്ങനെ കഴിയും? ഇസ്രയേലിൽ കുറെ നല്ല ആളുകൾ ഇപ്പോഴുമുണ്ട്. ഈശോ പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറയുന്നു. എന്നാൽ ഇന്ന് സാബത്തല്ലേ? ഈ മനുഷ്യന് നന്ദി പറഞ്ഞോളൂ. എൻഡോറിൽ നിന്നുള്ളയാളിനെ ചൂണ്ടിക്കാണിച്ച് ഈശോ പറയുന്നു, ആടിനെ വാങ്ങിയത് അയാളാണ്. ബാക്കിയുള്ളവയ്ക്ക് ബുദ്ധിമുട്ടിയില്ല. ദരിദ്രരായ ആ മനുഷ്യർ ഭക്ഷണം വിഴുങ്ങുകയാണ്.
അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. ഇതുപോലുള്ള ഭക്ഷണം അവർ രുചിച്ചിട്ട് എത്രയോ കാലം കഴിഞ്ഞിരിക്കുന്നു. അവരിൽ പ്രായം കൂടിയ ഒരാൾ ഏകദേശം 10 വയസ്സ് തോന്നിക്കുന്ന ഒരു ബാലനെ മെയ്യോട് ചേർത്ത് കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ബാലൻ കരയുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. എന്തുപറ്റി അപ്പാപ്പ? ഈശോ ചോദിച്ചു. നിന്റെ നന്മ വളരെ അധികമായതുകൊണ്ടാണ് ഇങ്ങനെ, എൻഡോറിൽ നിന്നുള്ള മനുഷ്യൻ ഇടറിയ സ്വരത്തിൽ പറയുന്നു. അത് ശരിയാണ്. അത് കാണുന്നവർ കണ്ണുനീർ പൊഴിക്കുന്നു. എന്നാൽ ആ കണ്ണുനീർ കയ്പുള്ളവയല്ല. അവ കയ്പുള്ളതല്ല, ശരി തന്നെ. എന്നാൽ എൻ്റെ മനസ്സിൽ ഒരാഗ്രഹം. അതുകൊണ്ട് കൂടിയാണ് എനിക്ക് കണ്ണീർ വരുന്നത്. അപ്പാപ്പ, എന്താണ് സംഗതി? ഈശോ ചോദിക്കുന്നു. ഇവനെ കണ്ടോ? ഇവൻ എൻ്റെ പൗത്രനാണ്. കഴിഞ്ഞ ശൈത്യകാല മലയിടിച്ചിൽ കഴിഞ്ഞപ്പോൾ മുതൽ അവന് ഞാൻ മാത്രമേയുള്ളൂ. ഇവൻ എൻ്റെ അടുത്താണെന്ന് പോലും ഡോറാസിന് അറിഞ്ഞുകൂടാ. കാരണം ഒരു വന്യമൃഗത്തെപ്പോലെ വനത്തിൽ ജീവിക്കാൻ അവനെ വിട്ടിരിക്കുകയാണ്. സാബത്ത് ദിവസം മാത്രമേ ഞാൻ അവനെ കാണുന്നുള്ളൂ. അയാൾ കുട്ടിയെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഒന്നുകിൽ അടിച്ചു ഓടിക്കും, അല്ലെങ്കിൽ ഒരു മൃഗത്തെ കൊണ്ടെന്ന പോലെ ജോലി ചെയ്യിക്കും. ഈ ഇളം പ്രായത്തിൽ പെസഹ തിരുനാളിന് മീക്കായുടെ കൂടെ ഇവനെ ഞാൻ ജെറുസലേമിലേക്ക് അയക്കുകയാണ്, ഇസ്രയേലിന്റെ നിയമത്തിന്റെ പുത്രനായി തീരുവാൻ. അത് കഴിഞ്ഞിട്ടുള്ള കാര്യം, ഇവൻ എൻ്റെ മകളുടെ മകനാണ്. ഇവനെ എനിക്ക് തന്നേക്കാമോ? കരയാതെ. മക്കളില്ലാത്ത വിശുദ്ധരായ സത്യസന്ധരായ പല സ്നേഹിതർ എനിക്കുണ്ട്. അവർ അവനെ നല്ലവനായി വളർത്തിക്കൊള്ളും, എൻ്റെ രീതിയിൽ വളർത്തും. ഓ കർത്താവേ, അങ്ങയെക്കുറിച്ച് കേട്ടപ്പോൾ മുതൽ ഇതാണ് ഞാൻ ആഗ്രഹിച്ചത്. ഈ മരണത്തിൽ നിന്നും എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണമെന്ന് പരിശുദ്ധനായ യോനായോട് ഞാൻ പ്രാർത്ഥിച്ചു. കാരണം ഈ യജമാനന്റെ കീഴിലായിരിക്കുക എന്നത് എന്താണെന്ന് യോനായ്ക്ക് നല്ലവണ്ണം അറിയാം. കുട്ടി, നീ എൻ്റെ കൂടെ വരുന്നോ? എൻ്റെ കർത്താവേ, ഞാൻ വരുന്നു. നിനക്ക് ഞാനൊരു ദുഃഖവും വരുത്തുകയില്ല. കാര്യം ഉറപ്പിച്ചിരിക്കുന്നു. പത്രോസ് ഈശോയുടെ ഇടുപ്പിന്റെ കയ്യിൽ ഒന്ന് പിടിച്ചു വലിച്ചിട്ട് ചോദിക്കുന്നു, ഇവനെ ആർക്കാണ് കൊടുക്കാൻ പോകുന്നത്? ലാസറസിനു തന്നെയാണോ? അല്ല സൈമൺ, മക്കളില്ലാത്ത എത്രയോ പേരുണ്ട്. അവരിൽ ഒരുവനാണ് ഞാനും. ആഗ്രഹം കൊണ്ട് പത്രോസിന്റെ മുഖം ശോഷിച്ചതുപോലെ തോന്നി. സൈമൺ, നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ നിനക്ക് അവകാശമായി തരുന്ന എല്ലാ മക്കളുടെയും പിതാവ് നീയായിരിക്കും. എന്നാൽ നിന്റെ സ്വന്തം മകനാൽ ബന്ധിതനാകേണ്ട അവനല്ല നീ. നീ അസ്വസ്ഥനാകേണ്ട. നിന്റെ ഗുരുവിന് നിന്നെ കൂടാതെ സാധ്യമല്ല. നിന്നെ തീർച്ചയായും വേണം. വേർപെടുത്താൻ പാടില്ലാത്ത വിധം അത്ര വലിയ സ്നേഹമാണ് ഗുരുവിന് നിന്നോടുള്ളത്. സൈമൺ, ഞാൻ വളരെ കാർക്കശ്യമുള്ളവനാണ്. വളരെ അസൂയാലുവായ ഒരു ഭർത്താവിനേക്കാൾ കാർക്കശ്യമുള്ളവനാണ് ഞാൻ. ഞാൻ നിന്നെ പ്രത്യേക വിധത്തിൽ സ്നേഹിക്കുന്നു. നീ മുഴുവനും എൻ്റേതായിരിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ശരി എൻ്റെ കർത്താവേ, അങ്ങനെ തന്നെ ആകട്ടെ. അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ എല്ലാം ആയിരിക്കട്ടെ. പാവം പത്രോസ് ഈശോയുടെ ആഗ്രഹത്തിന് വഴങ്ങുന്നതിൽ അസാമാന്യ ധീരോത്തത കാണിക്കുന്നു. ഉദിച്ചുയരാൻ പോകുന്ന എൻ്റെ സഭയുടെ മകനായിരിക്കും അവൻ. അവൻ എല്ലാവരുടേതുമായിരിക്കും, ആരുടേതും ആയിരിക്കുകയുമില്ല. അവൻ നമ്മുടെ കുട്ടിയായിരിക്കും. അവന് കഴിവുള്ളിടത്തോളം ദൂരം അവൻ നമ്മളെ അനുഗമിക്കുകയും ചെയ്യും. അല്ലാത്തപ്പോൾ ഇടയന്മാർ അവൻ്റെ രക്ഷിതാക്കളായിരിക്കും. എല്ലാ കുട്ടികളിലും അവർ ശിശുവായി ഈശോയെ സ്നേഹിക്കുന്നവരാണ്. എൻ്റെ കുഞ്ഞെ, ഇങ്ങ് വരൂ. നിന്റെ പേരെന്താണ്? ജോണിന്റെ മകൻ ജാബസ്. ഞാൻ യൂദയായിൽ നിന്നുള്ളവനാണ്. കുട്ടി ചുണയോടെ ഉത്തരം പറയുന്നു. അതെ, ഞങ്ങൾ യൂദയാക്കാരാണ്, വൃദ്ധൻ ശരിവെച്ചു പറഞ്ഞു. ഡോറാസിന് യൂദയായിലുള്ള പുരയിടങ്ങളിൽ ഞാൻ ജോലി ചെയ്തിരുന്നു. അവിടെയുള്ള ഒരുവനാണ് എൻ്റെ മകളെ വിവാഹം ചെയ്തത്. അവൻ അരിമത്യായ്ക്ക് സമീപം വനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ ശൈത്യകാലത്ത് ഞാൻ ആ സ്ഥലം കണ്ടു. മലയിടിച്ചിൽ കൊണ്ടുണ്ടായ നാശം. കുട്ടി രക്ഷപ്പെട്ടത് അന്നവൻ ദൂരെ അവരുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ ആയിരുന്നതിലാണ്. ശരിക്കു പറഞ്ഞാൽ അവൻ്റെ പേര് അവന് ചേരുന്നതാണ്. ഈ പേര് കേട്ടപ്പോൾ തന്നെ ഞാൻ മകളോട് ചോദിച്ചു, ഇതെന്ത്?
പുരാതനമായ പാരമ്പര്യം നീ ഓർക്കുന്നില്ലേ എന്ന്. എന്നാൽ അവളുടെ ഭർത്താവിന് നിർബന്ധമായിരുന്നു ഈ പേര് തന്നെ മതിയെന്ന്. അങ്ങനെ അവൻ ജാബസ് ആയി. കുട്ടി കർത്താവിനെ വിളിച്ചപേക്ഷിക്കും, കർത്താവ് അവനെ അനുഗ്രഹിക്കും. ദൈവത്തിന്റെ കരം അവനോടുകൂടെ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. എല്ലാ ഉപദ്രവങ്ങളും അവനിൽ നിന്ന് ദൂരെ അകറ്റും. അപ്പാപ്പനും മരണം പ്രാപിച്ചവർക്കും ആശ്വാസവും അനാഥനായ ഇവന് സന്തോഷവും അത് പ്രദാനം ചെയ്യും. കുട്ടിയോടുള്ള ഈ സ്നേഹത്തിന്റെ പ്രവൃത്തിയാൽ ആത്മാവിന്റെയും ശരീരത്തിന്റെയും ആവശ്യങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞ ഞാൻ നിങ്ങൾക്കായി ഒരുക്കി പറയാൻ പോകുന്ന ഈ ഉപമ ശ്രദ്ധിക്കൂ. ഒരിടത്ത് വളരെ ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. വളരെ മനോഹരമായ വസ്ത്രങ്ങൾ ധരിച്ച അയാൾ പൊതുസ്ഥലങ്ങളിലും വീട്ടിലും നടന്നിരുന്നു. ആ നാട്ടിലെ ഏറ്റവും പ്രബലനായ ആളായി നാട്ടുകാരെല്ലാം കരുതി. എല്ലാവരും അയാളെ ബഹുമാനിച്ചു. പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യലാഭം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് സ്നേഹിതരും അയാളെ സ്തുതിച്ച് സന്തോഷിപ്പിച്ചു. എല്ലാ ദിവസവും വലിയ വിരുന്നു സൽക്കാരങ്ങൾ, വിശാലമായ ഹാളുകൾ നിറയെ സമ്പന്നരായ അതിഥികൾ. എല്ലാവരും അയാളെ സ്തുതിച്ചു. ദീവസിന്റെ വിരുന്നുകൾ പ്രസിദ്ധമായി. എത്ര നല്ല ഭക്ഷണം, എത്ര വിശിഷ്ടമായ വീഞ്ഞ്, മറ്റൊരിടത്തും കിട്ടാത്ത ഇനങ്ങൾ. ഈ പട്ടണത്തിൽ തന്നെ വളരെ ദരിദ്രനായ ഒരു ബിഷു ജീവിച്ചിരുന്നു. ദീവസ് അസാമാന്യ ധനവാനായിരുന്നു, എന്നാൽ ബിഷു അസാമാന്യ ദരിദ്രനും അരിഷ്ടത അനുഭവിക്കുന്നവനുമായിരുന്നു. പക്ഷെ ഒരു വ്യത്യാസം, മാനുഷികമായ ദുരിതം കൊണ്ട് മൂടപ്പെട്ടിരുന്ന ഒരു വലിയ നിധി ബിഷുവിലുണ്ടായിരുന്നു. ലാസറസ് എന്നു പേരുള്ള ഈ ബിഷുവിന്റെ അരിഷ്ടതയെക്കാളും ദീവസിന്റെ സ്വത്തുക്കളെക്കാളും മികച്ച ഒരു നിധി ഒളിക്കപ്പെട്ടിരിക്കുന്ന വലിയ നിധി. അത് ലാസറസിന്റെ കളങ്കമറ്റ വിശുദ്ധിയായിരുന്നു. അയാൾ നിയമങ്ങളൊന്നും ലംഘിച്ചില്ല, ആവശ്യവും ന്യായവുമാണെന്ന് തോന്നിയപ്പോൾ പോലും. എന്നാൽ ഏറ്റവും ഉപരിയായ സ്നേഹത്തിന്റെ പ്രമാണം, ദൈവത്തോടുള്ള സ്നേഹവും സഹോദരനോടുള്ള സ്നേഹവും അയാൾ വിശ്വസ്തയോടെ അനുസരിച്ചു. എല്ലാ ദരിദ്രരും ചെയ്യാറുള്ളത് പോലെ അയാളും ധനവാന്മാരുടെ പടിക്കൽ ചെന്ന് ഭിക്ഷയാചിച്ച് ജീവിച്ചു. എല്ലാ ദിവസവും സന്ധ്യയാകുമ്പോൾ അയാൾ ദീവസിന്റെ വീട്ടിലേക്ക് പോകും. അവിടുത്തെ വലിയ സദ്യയുടെ ഉച്ഛിഷ്ടങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് പടിക്കൽ വെളിയിലുള്ള വഴിയിൽ ക്ഷമാപൂർവം കിടക്കും. ദീവസ് അയാളെ കണ്ടാൽ അന്നേരം അവിടെ നിന്ന് ഓടിക്കും. കാരണം ആകെ വ്രണമായി കീറിയ വസ്ത്രങ്ങളുമായി വളരെ മെലിഞ്ഞ ശരീരമായിരിക്കുന്ന അയാളെ കാണുന്നത് തന്നെ അതിഥികൾക്ക് അരോചകമാകും. ദീവസ് അങ്ങനെയായിരുന്നു എപ്പോഴും പറയുക. യഥാർത്ഥത്തിൽ ലാസറസിന്റെ സാന്നിധ്യം ദിവസത്തിന് ഒരു കുറ്റാരോപണമായി അനുഭവപ്പെട്ടിരുന്നു എന്നതാണ് സത്യം. ദീവസിന്റെ പട്ടികളെ കാണാൻ വളരെ നല്ലവയായിരുന്നു. വില പിടിച്ച കോളറുകളും കഴുത്തിൽ അണിയിച്ചിട്ടുണ്ട്. ആ നായ്ക്കൾക്ക് ലാസറസിനോട് യജമാനനേക്കാൾ കാരുണ്യമുണ്ടായിരുന്നു. അവ ലാസറസിന്റെ അടുത്ത് നിന്ന് അയാളുടെ വ്രണങ്ങൾ നക്കും. ലാസറസ് അവയെ തലോടുന്നത് അവയ്ക്ക് വലിയ സന്തോഷവും. മേശപ്പുറത്തു നിന്നും വീഴുന്ന ഭക്ഷണത്തിന്റെ കഷ്ണങ്ങൾ അവ ലാസറസിന് കൊണ്ടുകൊടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ലാസറസ് പട്ടിയെ അതിലംഘിച്ച് ജീവിച്ചു. മനുഷ്യനെ ആശ്രയിച്ചെങ്കിൽ ലാസറസ് നേരത്തെ മരിച്ചു പോകുമായിരുന്നു. കാരണം വിരുന്നിന് ശേഷവും ശാലകളിൽ കയറി മേശക്കടിയിൽ വീണിരുന്ന അപ്പക്കഷ്ണങ്ങളും പെറുക്കാൻ അയാളെ അനുവദിച്ചിരുന്നില്ല. ഒരു ദിവസം ലാസറസ് മരിച്ചു. ഒരുത്തരും അതറിഞ്ഞില്ല. ആരും അയാളെ ഓർത്ത് വിലപിച്ചില്ല. എന്നാൽ ദീവസ് സന്തോഷിച്ചു. കാരണം അയാളുടെ പടിക്കൽ ആ ദുരിതത്തെ പിന്നീട് കണ്ടിട്ടില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവദൂതന്മാർ അത് കണ്ടു. അന്ത്യശ്വാസം വലിച്ചുകൊണ്ട് തണുത്ത് ശൂന്യമായ ഗുഹയിൽ കിടക്കുന്ന ലാസറസിന്റെ പക്കലേക്ക് ദൂതന്മാരുമായി ഒരു അകമ്പടി പറന്നിറങ്ങി. വലിയ പ്രകാശധോരണിയോടെ അയാളുടെ ആത്മാവിനെ എടുത്ത് ഓശാന പാടിക്കൊണ്ട് എബ്രഹാത്തിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. കുറെ നാൾ കഴിഞ്ഞ് ദീവസ് മരിച്ചു. ഓ, എത്ര കേമമായ ശവസംസ്കാരം! അയാളുടെ അന്ത്യത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ പട്ടണവാസികൾ പട്ടണം മുഴുവനും ആ മൈതാനത്ത് അയാളുടെ വീട് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് തടിച്ചുകൂടി. ചിലരെല്ലാം വന്നിരിക്കുന്നത് ഇത്ര വലിയ ആളിന്റെ സ്നേഹിതനാണെന്ന് തങ്ങളെന്നറിയിക്കാൻ, ചിലർ ജിജ്ഞാസ നിമിത്തം, ചിലർ മരിച്ചയാളിന്റെ സ്വത്തിന്
അവകാശികളായവരുടെ പ്രീതി സമ്പാദിക്കാൻ. അവരെല്ലാം വിലപിക്കുന്നു. വിലാപം ആകാശത്തേക്കുയർന്നു, അതോടൊപ്പം മുഖസ്തുതിയുടെ കപടവാക്കുകളും. ഇയാൾ എത്ര നീതിമാനും എല്ലാവരുടെയും ഗുണകാംക്ഷിയും എത്ര വലിയവനുമായിരുന്നു. ദൈവത്തിന്റെ വിധിയെ മനുഷ്യന്റെ വാക്കുകൾക്ക് മാറ്റാൻ കഴിയുമോ? ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് റദ്ദാക്കാൻ മനുഷ്യന്റെ ക്ഷമാപണത്തിന് കഴിയുമോ? ഇല്ല, സാധ്യമല്ല. വിധിക്കപ്പെട്ടത് അങ്ങനെ തന്നെ, എഴുതപ്പെട്ടതും എഴുതപ്പെട്ടത് തന്നെ. ശവസംസ്കാരം വളരെ ക്ഷേമമായിരുന്നെങ്കിലും ദിവസത്തിന്റെ ആത്മാവ് നരകത്തിൽ കുഴിച്ചു മൂടപ്പെട്ടു. ഭയങ്കരമായ ആ കാരാഗൃഹത്തിൽ തീയും അന്ധകാരവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്ന ആ സ്ഥലത്ത് എല്ലാ നിമിഷങ്ങളും അത് തന്നെ. ഇത്ര ഗ്രഹിച്ച ഇയാൾ സ്വർഗത്തിലേക്ക് കണ്ണുകളുയർത്തി. ഒരു മിന്നൽ പ്രകാശത്തിൽ ഒരു നിമിഷത്തേക്കാൾ വളരെ കുറഞ്ഞ സമയത്തേക്ക് സ്വർഗത്തിന്റെ മനോഹാരിത, വർണ്ണിക്കാനാവാത്ത സൗന്ദര്യം അയാൾ കണ്ടു. ആ കാഴ്ച അയാളുടെ മനസ്സിൽ പതിഞ്ഞു. അത് അയാളെ വല്ലാതെ അലട്ടുകയും ചെയ്തുകൊണ്ടിരുന്നു. പുറമെ മറ്റു കഠോര പീഡകളും സ്വർഗത്തിൽ അബ്രഹാത്തെ അയാൾ കണ്ടു. അങ്ങകലെ പ്രകാശിതനായി സന്തോഷഭരിതനായിരിക്കുന്നു എബ്രഹാമിന്റെ മടിയിൽ പ്രകാശിതനായി സന്തോഷഭരിതനായി ലാസറസും ഇരിക്കുന്നു. ഒരു കാലത്ത് നിന്ദിതനായി അറപ്പുള്ളവ ആക്കുന്നവനായി ദുരിതം അനുഭവിച്ചിരുന്ന പാവം ലാസറസ് എന്നാൽ ഇപ്പോൾ ദൈവത്തിന്റെ പ്രകാശത്തിലും സ്വന്തം വിശുദ്ധിയിലും സുന്ദരനായി തീർന്നിരിക്കുന്നു. മനുഷ്യരല്ല, മാലാഖമാർ അവനെ നോക്കി അത്ഭുതപ്പെടുന്നു. ദീവസ് കരഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞു, പിതാവായ അബ്രഹാമേ, എൻ്റെ മേൽ കരുണയുണ്ടാകണമേ. അങ്ങ് എനിക്ക് വേണ്ടി ഇത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ലാസറസിനെ ഇങ്ങോട്ട് അയക്കണമേ. ലാസറസ് അവന്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കാൻ ഇങ്ങോട്ട് അയക്കണമേ. കാരണം ഞാൻ ഈ തീജ്വാലകളിൽ ദഹിക്കപ്പെടുന്നു. എബ്രഹാം മറുപടി പറഞ്ഞു, എൻ്റെ മകനെ, നിന്റെ ജീവിതകാലത്ത് നിനക്കെല്ലാം നല്ല കാര്യങ്ങളും ഉണ്ടായിരുന്നു. ലാസറസിനാകട്ടെ എല്ലാം ദുരിതങ്ങളായിരുന്നു. എല്ലാ ദുരിതങ്ങളും അവൻ നന്മയായി പകർത്തി. എന്നാൽ നിന്റെ നന്മകളെല്ലാം നീ ദുരിതമായി പകർത്തി. അതിനാൽ ഇപ്പോൾ അവൻ ആശ്വസിപ്പിക്കപ്പെടണമെന്നും നീ പീഡിപ്പിക്കപ്പെടണമെന്നുമുള്ളത് നീതിയാകുന്നു. എന്തായാലും നീ ആവശ്യപ്പെടുന്നത് ചെയ്യാൻ സാധ്യമല്ല. വിശുദ്ധരായ മനുഷ്യർ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുണ്ട്. ജനങ്ങൾക്ക് അവർ നിമിത്തം നന്മയുണ്ടാകുന്നതിനാണ് ഇവരുടെ സാന്നിധ്യം നൽകിയിരിക്കുന്നത്. എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഉണ്ടായിരുന്നിട്ടും ഒരു മനുഷ്യന് മാറ്റമൊന്നും ഉണ്ടാകാതിരിക്കുന്നെങ്കിൽ നീയാണെങ്കിൽ ഒരു പിശാച് തന്നെയായിരുന്നു. വിശുദ്ധന്മാരുടെ സഹായം തേടുന്നത് കൊണ്ട് ഉപകാരമുണ്ടാവുകയില്ല. നമ്മൾ ഇപ്പോൾ വേർതിരിക്കപ്പെട്ടിരിക്കുകയാണ്. വയലിൽ ചെടികളും പുല്ലുമെല്ലാം ഇടകലർന്നു നിൽക്കുന്നു. അവ ശേഖരിക്കുമ്പോൾ നല്ലതും ചീത്തയും വേർതിരിക്കപ്പെടും. അതാണ് ഇപ്പോൾ നമുക്ക് സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ ഭൂമിയിൽ ഒരുമിച്ചായിരുന്നു. നീ ഞങ്ങളെ നിരസിക്കുകയും ചെയ്തു. സ്നേഹത്തിന്റെ പ്രമാണത്തിന് വിരുദ്ധമായി നീ ഞങ്ങളെ വിസ്മരിച്ചു. ഇപ്പോൾ നമ്മൾ വേർതിരിക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്കിടയിൽ ഒരു അഗാധ ഗർത്തമുണ്ട്. അങ്ങ് തരണം ചെയ്ത് നിന്റെ പക്കലേക്ക് വരാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല. ഭയാനകമായ ആ ഗർത്തം കടന്ന് ഇവിടേക്ക് വരാൻ നിനക്കും കഴിയുകയില്ല. ദീവസ് കുറെ കൂടി ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞു, വിശുദ്ധനായ പിതാവേ, കുറഞ്ഞപക്ഷം ലാസറസിനെ എൻ്റെ പിതാവിൻ്റെ വീട്ടിലേക്കെങ്കിലും പറഞ്ഞയക്കണമേ. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. സ്നേഹമെന്തെന്ന് ഞാൻ ബന്ധുക്കൾക്കിടയിൽ നിന്ന് പോലും അറിഞ്ഞിട്ടില്ല. എന്നാൽ സ്നേഹിക്കപ്പെടാതിരിക്കുക എന്നത് എത്ര കഠിനമായ വിഷമമാണെന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. വിദ്വേഷത്തിന്റെ ഈ സ്ഥലത്തായിരിക്കെ ഒരു നിമിഷത്തേക്കാൾ കുറഞ്ഞ സമയത്തേക്ക് ദൈവത്തെ എൻ്റെ ആത്മാവ് കണ്ടപ്പോൾ സ്നേഹം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അനുഭവിക്കുന്ന വേദനകൾ എൻ്റെ സഹോദരന്മാർക്കും ഉണ്ടാകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ജീവിച്ചതുപോലെ തന്നെയാണ് അവരും ജീവിക്കുന്നത് എന്നോർക്കുമ്പോൾ ഞാൻ ഭയപ്പെട്ടു പോകുന്നു. ഞാൻ എവിടെയാണെന്നും എന്തുകൊണ്ടാണ് ഇവിടെ ആയിരിക്കുന്നതെന്നും അവരോട് പറയുവാൻ ലാസറസിനെ അവരുടെ പക്കലേക്ക് അയക്കണമേ. നരകമുണ്ടെന്നും അത് ഭയങ്കരമാണെന്നും അവർ അറിയട്ടെ. ദൈവത്തെയും സഹോദരങ്ങളെയും സ്നേഹിക്കാത്തവർ അവിടെയാണെത്തുന്നതെന്നും അറിയട്ടെ. അവനെ അയക്കണമേ. നിത്യമായ പീഡകളുടെ ഈ സ്ഥലത്ത് വന്നു ചേരാതിരിക്കാൻ അവർ മുൻകൂട്ടി ഒരുങ്ങട്ടെ.
എന്നാൽ അബ്രഹാം ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത്: നിന്റെ സഹോദരന്മാർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരെ ശ്രവിക്കട്ടെ. വലിയ വേദനയോടെ കരഞ്ഞുകൊണ്ട് ദീവിസ് പറഞ്ഞു: ഓ പിതാവായ അബ്രഹാമേ, എന്നെ ശ്രവിക്കണമേ, എൻ്റെ മേൽ കരുണയുണ്ടായിരിക്കണമേ. മരിച്ചവരിൽ നിന്നൊരാൾ ചെന്നു പറഞ്ഞാൽ അവർ കൂടുതൽ ശ്രദ്ധിക്കും. എന്നാൽ അബ്രഹാം പറഞ്ഞു: മോശയെയും പ്രവാചകന്മാരെയും അവർ ശ്രവിക്കാത്തവരാണെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഉയർത്ത ഒരുവൻ സത്യത്തിന്റെ വചസ്സുകൾ 1 മണിക്കൂർ നേരം അവരോട് പറഞ്ഞാലും അവർ വിശ്വസിക്കുകയില്ല. എങ്ങനെയായാലും എൻ്റെ മടിയിൽ ഭാഗ്യമോടെ വാഴുന്ന ഒരാത്മാവ് അവിടം വിട്ടുപോയി. ശത്രുവിന്റെ മക്കളാൽ അവഹേളിക്കപ്പെടുന്നത് ഉചിതമല്ല. നിന്ദനങ്ങൾ സഹിക്കാനുണ്ടായിരുന്ന കാലം കഴിഞ്ഞുപോയി. ദൈവത്തിന്റെ കൽപ്പനയാൽ അവർ ഇപ്പോൾ സമാധാനത്തിൽ മുഴുകി കഴിയുന്നു. ദൈവവചനം വിശ്വസിക്കുകയോ അവ അനുസരിക്കാതിരിക്കുകയോ ചെയ്യാത്തവരെ മാനസാന്തരപ്പെടുത്താൻ ശ്രമിക്കുന്നത് പ്രയോജനരഹിതമാണ് എന്ന് അവിടത്തേക്കറിയാം. ഇതാണ് ഉപമ. വിശദീകരണം ആവശ്യമില്ലാത്തതുപോലെ അത്ര വ്യക്തമാണ് ഇത്. എൻ്റെ യോന ഇവിടെ ജീവിച്ചു, ലാസറസിന്റെ വിശുദ്ധി അവൻ പ്രാപിച്ചു. തന്നിൽ പ്രത്യാശ വയ്ക്കുന്നവർക്ക് ദൈവം നൽകുന്ന സംരക്ഷണം ഇന്ന് ലാസറസിനെ ദൈവസന്നിധിയിൽ മഹത്വത്തോടെ വാഴുവാൻ അനുഗ്രഹിച്ചിരിക്കുന്നു. ഒരു സ്നേഹിതനും സംരക്ഷകനുമായി യോനാക്ക് നിങ്ങളുടെ പക്കൽ വരാൻ കഴിയും. നിങ്ങൾ നല്ലവരാണെങ്കിൽ യോന തീർച്ചയായും വരും. കഴിഞ്ഞ വസന്തത്തിൽ ഞാൻ യോനായോട് പറഞ്ഞത് തന്നെ നിങ്ങളോടും പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത്, നിങ്ങളെ എല്ലാവരെയും സഹായിക്കാൻ. സാമ്പത്തികമായിട്ടും സഹായിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ എനിക്കത് സാധ്യമല്ല. അതിൽ എനിക്ക് ദുഃഖമുണ്ട്. സ്വർഗം കാണിച്ചു തരാനേ എനിക്ക് കഴിയൂ. മനസ്സിൻ്റെ വഴക്കത്തിൻ്റെ വില, അതിനുള്ള ജ്ഞാനം നിങ്ങളെ പഠിപ്പിക്കാൻ മാത്രമേ എനിക്ക് സാധിക്കൂ. അങ്ങനെ വരാനിരിക്കുന്ന രാജ്യം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുവാനും ഒരിക്കലും ദ്വേഷിക്കരുത്. ഒരു കാരണത്താലും ദ്വേഷം ലോകത്തിൽ വളരെ ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. എന്നാലും അതിന് പരിധിയുണ്ട്. സ്നേഹത്തിനാകട്ടെ ഒരു പരിധിയുമില്ല. ശക്തിയിലും സമയത്തിലും ഒതുങ്ങാത്തതാണ് സ്നേഹം. അപരിമിതമാണ് സ്നേഹം. അതിനാൽ ഈ ഭൂമിയിൽ സംരക്ഷണവും ആശ്വാസവുമായ സ്നേഹത്തെ സ്നേഹിക്കുക. സ്വർഗത്തിൽ നിന്നുള്ള പ്രതിസമ്മാനവുമായിരിക്കും. ദീവസ് ആകുന്നതിനേക്കാൾ മെച്ചം ലാസറസ് ആകുന്നതാണ്. ഇത് വിശ്വസിക്കൂ, എന്നെ വിശ്വസിക്കൂ, എന്നാൽ നിങ്ങൾ അനുഗ്രഹീതരാകും. വിജനമായി കിടക്കുന്ന ഈ വയലുകളിൽ വിദ്വേഷത്തിന്റെ ഒരു വാക്കുപോലും നിങ്ങൾ കേൾക്കുന്നില്ല. വസ്തുതകൾ, യാഥാർത്ഥ്യങ്ങൾ അവയെ ന്യായീകരിക്കുമെങ്കിൽ പോലും വിദ്വേഷത്തിന്റെ വാക്കുകൾ ഇതിലില്ല. സംഭവിച്ച അത്ഭുതത്തെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ സ്നേഹം തന്നെയാണ്. ഞാൻ നശിപ്പിക്കുകയില്ല. എന്നാൽ സ്നേഹം ക്രൂരനായ ദീവസിനെ വഴക്കുവാൻ പര്യാപ്തമല്ല എന്ന് കണ്ടപ്പോൾ ഞാൻ അയാളെ നീതിക്കായി വിട്ടുകൊടുത്തു. യോനായ്ക്കും അവന്റെ സഹോദരന്മാർക്കും വേണ്ടി നീതി പ്രദാനം ചെയ്തു. ഇതാണ് ഈ അത്ഭുതം നിങ്ങളെ പഠിപ്പിക്കുന്നത്. നീതി എപ്പോഴും ജാഗ്രതയോടെ ഇരിക്കുന്നു. അതില്ല എന്ന് തോന്നിക്കുമ്പോഴും അത് ജാഗ്രതയുള്ളതാണ്. സൃഷ്ടിയുടെ നാഥൻ ദൈവമാകയാൽ നീതി നടത്തുന്നതിന് വളരെ നിസ്സാര സൃഷ്ടികളായ പുഴുക്കളെയും എറുമ്പിനെയും ഉപയോഗിച്ച് ക്രൂരന്മാരും ദുരാഗ്രഹികളുമായവരെ ശിക്ഷിക്കാൻ അവിടത്തേക്ക് കഴിയും. സ്വന്തം ദുഷ്ടതയാകുന്ന വിഷം ഛർദ്ദിച്ച് ആ ദുഷ്ടന്മാർ മരിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. എല്ലാ പ്രഭാതത്തിലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. അപ്പാപ്പ, എന്നെ ഏൽപ്പിക്കുന്ന കുഞ്ഞാടിനെ കുറിച്ച് ഒട്ടും ആകുലപ്പെടേണ്ട. ഇടയ്ക്കിടയ്ക്ക് അവനെ ഞാൻ ഇവിടെ കൊണ്ടുവരാം. അവൻ വളരുന്നതും ദൈവത്തിന്റെ വഴിയിലൂടെ ജ്ഞാനത്തിലും നന്മയിലും അവൻ മുന്നേറുന്നത് കണ്ട് അപ്പാപ്പന് സന്തോഷിക്കാനിടയാകും. നിന്റെ എളിയ പെസഹ ആഘോഷത്തിന്റെ കുഞ്ഞാട് അവനായിരിക്കട്ടെ. യഹോവയ്ക്ക് ബലിയർപ്പിക്കപ്പെടുന്ന എല്ലാ ആളുകളിലും ശ്രേഷ്ഠമായത് അവനായിരിക്കും. ജാബസ്, നിന്റെ അപ്പാപ്പനോട് യാത്ര പറയൂ. നിന്റെ രക്ഷകന്റെ പക്കലേക്ക്, നിന്റെ നല്ല ഇടയന്റെ പക്കലേക്ക് വരൂ. നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ. ഓ ഗുരുവേ, നല്ല ഗുരുവേ, അങ്ങേ വിട്ടുപോകുന്നത് എത്ര വേദന ഉളവാക്കുന്നതാണ്. ശരി, അത് വേദനയുള്ളതാണ്. എന്നാൽ നീ ഇവിടെ നിൽക്കുന്നത് കാര്യസ്ഥൻ കാണാതിരിക്കുന്നതാണ് നല്ലത്. നീ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ ഞാൻ മനഃപൂർവ്വം ഇങ്ങോട്ട് പോകുന്നതാണ്. നിന്നെ ഉപദേശിക്കുന്ന സ്നേഹത്തെ പ്രതി നീ അനുസരിക്കും. ദുഃഖിതരായ ആ മനുഷ്യർ കണ്ണീരോടെ എഴുന്നേറ്റ് തങ്ങളുടെ കുരിശിലേക്ക് തിരിച്ചു പോകുന്നു.
ഈശോ അവരെ ഒരിക്കൽ കൂടി അനുഗ്രഹിച്ച ശേഷം കുട്ടിയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് നടക്കുന്നു. മറുവശത്ത് എൻഡോറിലെ ജോണാണുള്ളത്. ഈശോ വന്ന വഴിയിലൂടെ തന്നെ മെക്കായുടെ വീട്ടിലേക്ക് പോകുന്നു. ആൻഡ്രൂവും ജോണും അവരുടെ ചുമതല നിർവഹിച്ച ശേഷം തിരിച്ച് ഈശോയുടെ ശിഷ്യരുടെയും കൂടെ വരുന്നു.